ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് മീര നായർ. അനായാസം വീട്ടിലുണ്ടാക്കാവുന്നതും സദ്യയിലും മറ്റും വിളമ്പാവുന്നതും കാണാൻ മനോഹരവും രുചിക്കാൻ അതിമനോഹരവുമായ ബീട്രൂട്ട് കിച്ചടി നിസ്സാരമായ സിമ്പിൾ സ്റ്റെപ്സിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേതുപോലെ ഗ്രേറ്ററിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞെടുക്കുന്നു. എടുത്തിരിക്കുന്ന ബീട്രൂട്ടിന് ആനുപാതികമായി സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി, പച്ചമുളക് എന്നിവ ചേർക്കാം. ഇവിടെ ഞാൻ 7-8 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പച്ചമുളകും 2-3 ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് പാത്രം വെച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും അതിലിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നു. അത് വഴണ്ട് ഏകദേശം ഈ ഒരു പരുവമാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടി ചേർത്ത് നന്നായി ഇളക്കുന്നു. ഇതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി കുറച്ച് സമയം അടച്ച് അത് വേവിക്കുക. ഞാൻ നേരത്തെ വെണ്ടയ്ക്ക കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ അത്തരം കിച്ചടികളിലെയൊക്കെ പോലെ തേങ്ങ ഇതിനരച്ച് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ സ്റ്റെപ്സേ ഉള്ളൂ. ഇവിടെ വഴണ്ട് വന്നിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് ചൂടാറിയ ശേഷം അതിലേക്ക് 2 സ്പൂൺ കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ നല്ലത്, അതുകൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ രുചികരമായ നിസ്സാരമായ ആർക്കും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്ന സദ്യയ്ക്കും വിളമ്പാവുന്ന ബീട്രൂട്ട് കിച്ചടി റെഡിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.